ജയ സീതാറാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ താരോപദേശമാണ്. ശ്രീരാമചന്ദ്രൻ ബാലിയുടെ ധർമ്മപത്നി താരയ്ക്ക് താലിയുടെ മരണത്തിന് ശേഷം ആ മൃതശരീരത്തിനടുത്ത് ദുഃഖിച്ചിരിക്കുന്ന താരയ്ക്ക് മനഃശാന്തിക്ക് വേണ്ടി കൊടുത്ത ധർമ്മോപദേശങ്ങളാണ് താരോപദേശം. ലോക സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് ഈ ഉപദേശം താരയിൽ കൂടി. നമുക്കറിയാം, അധ്യാത്മരാമായണം പൂർണ്ണമായിട്ടും ഉപദേശങ്ങളെ കൊണ്ടും ഈശ്വര സ്തുതികളെ കൊണ്ടും സമ്പന്നമാണ്. ലക്ഷ്മണോപദേശം, അതുപോലെ താരോപദേശം, ഹനുമാൻ രാവണന് കൊടുത്ത ഹിതോപദേശം, അങ്ങനെ ഉപദേശങ്ങളെ കൊണ്ടും ധാരാളം സ്തുതികളും എല്ലാം അധ്യാത്മ രാമായണത്തിലുണ്ട്. എന്നാൽ വാൽമീകി രാമായണത്തിൽ സ്തുതികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വാൽമീകി രാമായണത്തിലെ കഥാപാത്രങ്ങൾ മനുഷ്യ മനസ്സിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ കഥാപാത്രങ്ങളെല്ലാം അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അനുഭവങ്ങളുടെ ആ സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ് വാൽമീകി രാമായണം. അതുതന്നെ നിരവധി കഥാപാത്രങ്ങൾ വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത പ്രവർത്തന ശൈലികളുമുള്ളവരാണ്. അതുതന്നെയാണല്ലോ മനുഷ്യരും. എല്ലാവരും ഒരാൾ മറ്റൊരാളെക്കാളും വ്യത്യസ്തരാണ്. അങ്ങനെ വ്യത്യസ്തരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ നമ്മളിൽ കൂടി സഞ്ചരിക്കുന്നു ആ കഥാപാത്രങ്ങൾ. പക്ഷേ രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഒക്കെ ദേവീദേവന്മാരായി, അവരെ വിഷ്ണുവും ലക്ഷ്മിയൊക്കെയായി നമ്മൾ അകലെ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളിലോട്ടോ നമ്മൾ അവരിലേക്കോ എത്തുന്നില്ല എന്നുള്ളതാണ് അധ്യാത്മരാമായണം. അവിടെ ഭക്തിക്കാണ് പ്രധാനം. അകലെ നിന്നുകൊണ്ട് നമ്മൾ ഈശ്വരസ്തുതി നടത്തുന്നു. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിലൂടെ സഞ്ചരിച്ച് മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുക. കാരണം നമ്മുടെ ചിന്തകളാണല്ലോ, നമ്മുടെ ചിന്തകൾ വാക്കുകളായിട്ടും അത് പ്രവൃത്തിയിലും വരുന്നു. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ്. ആ മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സിൻ്റെ നിലവാരത്തെ ഉയർത്തുകയാണ് വാൽമീകി രാമായണത്തിൽ. ഇവിടെ നമ്മൾ ചോദിക്കും, എന്തിനാണ് രാമൻ അയോധ്യയിൽ പോയി ജനിച്ചത്? രാമൻ്റെ അവതാര ലക്ഷ്യം എന്താണ്? അത് നമ്മൾ പറയും, രാവണനെ വധിക്കുക, അല്ലേ? ഒരു രാവണനെ വധിക്കാനാണ് രാമൻ അവതരിച്ചതെങ്കിൽ എന്തിന് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ പോയി ജനിച്ചു? എന്തുകൊണ്ട് ലങ്കയിൽ ജനിച്ച് രാവണനെ വധിച്ചില്ല? വളരെ എളുപ്പമല്ലായിരുന്നു. യുപിയിൽ ജനിച്ച്, അല്ലെ അയോധ്യയിൽ ജനിച്ച്, അവിടെ നിന്ന് അയോധ്യ വിട്ട് ഭാര്യയുമായി സഞ്ചരിച്ച് 14 വർഷം കാട്ടിൽ ജീവിച്ച് കാട്ടിലൂടെ ഉള്ള ദുഷ്ടമൃഗങ്ങളെയും രാക്ഷസന്മാരുമായിട്ട് ഏറ്റുമുട്ടി സംഘർഷഭരിതമായ ജീവിതം നയിച്ച് അവസാനം സ്വന്തം ഭാര്യയെയും നഷ്ടപ്പെട്ട് അവിടെ നിന്നും വാനരപ്പടയുമായി ലങ്കയിൽ പോയി ഈ 14-ാം വർഷം രാവണനുമായിട്ട് ഏറ്റുമുട്ടി രാവണനെ വധിച്ച് ഭാര്യയെ വീണ്ടെടുത്തു. ഇത്രയധികം ത്യാഗങ്ങൾ സഹിച്ച ഒരാളിനെ അവതാര പുരുഷനായിട്ട് നമ്മൾ എന്തിനാണ് കണക്കാക്കുക? അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്, അല്ലേ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് പറയണമെങ്കിൽ എന്താണ് രാമായണ തത്വം എന്ന് അറിഞ്ഞിരിക്കണം. രാമായണം പഠിക്കണം, വായിച്ചാൽ പോരാ. നമ്മൾ 30 ദിവസം രാമായണം 1 മണിക്കൂർ വെച്ച് രാമായണ യജ്ഞം നടത്തി പഠിച്ചിട്ട് കാര്യമില്ല, വായിച്ചിട്ട് കാര്യമില്ല. അത് പഠിക്കണം. ഭക്തി മാത്രമല്ല, ഭക്തിക്കും യുക്തിക്കും വിഭക്തിക്കും യുക്തിക്കും രാമായണം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ രാമായണം നമ്മൾ പഠിക്കണം. രാമൻ എന്തിനാണ് അയോധ്യ ജനിച്ചെന്ന് ചോദിച്ചാൽ, രാവണനെ വധിക്കുകയല്ല രാവണൻ്റെ ലക്ഷ്യം, രാവണ സംസ്കാരത്തെ നശിപ്പിക്കുകയാണ്. എന്താണ് രാവണ സംസ്കാരം? രാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല, രാമസംസ്കാരമാണ്. രാമസംസ്കാരം നിറഞ്ഞിരിക്കുന്ന ഒരു ദേശമാണ് അയോധ്യ. അതുകൊണ്ട് തന്നെ അവിടെ എന്നും ധർമ്മം നിലനിൽക്കും, അശാന്തി ഒരിക്കലും ഉണ്ടാവില്ല, എന്നും ശാന്തിയാണ്. അവിടെ അമ്പലങ്ങൾ രാമക്ഷേത്രം പണിതിട്ടും എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടും അവിടെ സംഘർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ അയോധ്യയിലാണ് രാമൻ ജനിച്ചത്. ഈ രാമായണം എന്ന് പറയുന്നത് 3 ദേശങ്ങളെ അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് 3 ദേശങ്ങളുടെ കഥയാണ്. 3 ദേശങ്ങളിൽ നടന്ന 3 കുടുംബകഥകളാണ്. ഒന്ന് ദശരഥൻ്റെ കുടുംബകഥ അയോധ്യയിൽ, ബാലിയുടെ കുടുംബകഥ കിഷ്കിന്ധയിൽ, രാവണൻ്റെ കുടുംബകഥ
ലങ്കയിൽ. ഇങ്ങനെ 3 കുടുംബത്തിൽ 3 വ്യത്യസ്തമായ സംസ്കാരങ്ങൾ നിറഞ്ഞു നിന്ന കുടുംബങ്ങളിൽ എല്ലായിടത്തും ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് രാമാവതാരത്തിൻ്റെ ലക്ഷ്യം. ഈ 3 സ്ഥലത്തും പോയി ധർമ്മം പുനഃസ്ഥാപിക്കുകയല്ല, ആ വഴിക്ക്, അതായത് ഉത്തർപ്രദേശത്തെ UP മുതൽ അയോധ്യ മുതൽ അയനം ചെയ്ത് തുടങ്ങിയിട്ട് നടന്നു തുടങ്ങിയിട്ട് അവിടെ നടന്നത് വ്യത്യസ്തമായ മനുഷ്യ ഹൃദയങ്ങളിലൂടെയാണ് രാമൻ നടന്നത്. ഒരു കാട്ടിലൂടെയല്ല. കാട്, ആരണ്യം എന്ന് പറഞ്ഞാൽ അജ്ഞാനം നിറഞ്ഞ മനുഷ്യരുടെ മനസ്സാണ് ആരണ്യം എന്ന് പറയുന്നത്, അല്ലേ? അന്ധത, അജ്ഞാനത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ശരീരമാണ് ആരണ്യം. അതെല്ലാം ക്ലിയർ ചെയ്ത് അവിടെ അയോധ്യയിൽ ചെന്ന്, കിഷ്കിന്ധിൽ ചെന്ന് അവിടെയും രാമസംസ്കാരം സ്ഥാപിച്ച് അവിടെ നിന്നും ലങ്കയിൽ പോയി രാവണ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്ത് അവിടെ രാമസംസ്കാരം അഥവാ ദേവസംസ്കാരം പുനഃസ്ഥാപിച്ചു. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിൽ പറയുന്ന ദേവ അസുര സമ്പദ് വിഭാഗ യോഗം എന്ന അധ്യായമാണ് രാവണ സംസ്കാരം എന്ന പേരിൽ രാമായണത്തിൽ അറിയുന്നത്. അപ്പോൾ കിഷ്കിന്ധിലുള്ളത് എന്താണ്? രാമായണം ഈ അയോധ്യയിലെ രാമസംസ്കാരം നിലനിൽക്കുന്നു, ധർമ്മം എന്നും നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ഇനി രാമന് ഇരിക്കുന്നതിൽ പ്രസക്തിയില്ല, ആവശ്യമില്ല. രാമൻ്റെ ആവശ്യം അവിടെ ഇല്ല. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെ ധർമ്മത്തിന് ചിരിയുണ്ടോ അവിടെ പോയി ധർമ്മത്തെ രക്ഷിക്കുകയാണ്. അപ്പോൾ അയോധ്യയിൽ തനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നടന്നുപോയി ധാരാളം മാരീചൻ മുതലായ അവരെയെല്ലാം വധിച്ച് വിരാതൻ കബന്ധൻ ഇവർക്കെല്ലാം മോക്ഷം കൊടുത്ത് അധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ധാർമ്മികമായ മാർഗത്തിലോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തത്. ഇവരെല്ലാം അതാണ് രാമൻ ചെയ്തത്. അവരുടെ അധർമ്മമായ ശരീരത്തെ വെടിഞ്ഞ് ധാർമ്മികമായ ആത്മാവിനെ മോക്ഷം കൊടുത്ത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് രാമൻ. അവിടെ കിഷ്കിന്ധിലാണ് ഇപ്പോൾ ഉള്ളത്. ശബരിക്ക് മോക്ഷം കൊടുത്തു. അതിനിടയിൽ അവിടെ ചെന്ന കിഷ്കിന്ധിൽ എന്താണ് സംഭവിച്ചത്? കിഷ്കിന്ധിയിൽ ബാലിയുടെ അധാർമികതയെ ഉന്മൂലനം ചെയ്ത് സുഗ്രീവനെ അവിടെ രാജാവായിട്ട് നിർണയം ചെയ്തു, അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചു. എന്താണ് ബാലി ചെയ്തത് തെറ്റ്? ഇത് ചോദിക്കാം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, രാമൻ ഒരു ഭീരുവല്ലേ? എന്തിനാ ബാലിയെ ഒളിച്ചു നിന്നൊരമ്പുകൊണ്ട് രാമൻ ചെയ്തു? ചതിയല്ലേ ചെയ്തത്? അതുപോലെ തന്നെ ഒരു വാനരനോട് സഖ്യം ചെയ്ത് മറ്റൊരു വാനരനെ വധിച്ചിട്ട് വേണം തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ. ഇതൊക്കെ ചെയ്യുന്ന രാമൻ്റെ സ്വാർത്ഥതയല്ലേ കാണിക്കുന്നത്? രാമൻ സ്വാർത്ഥനല്ലേ? പൂർണ്ണ ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യയെ സ്വന്തം യശസ്സും കീർത്തിയും നിലനിർത്താൻ വേണ്ടി മറ്റാരും അറിയാതെ കാട്ടിൽ ഉപേക്ഷിച്ച രാമൻ ഭീരുവല്ലേ? അല്ലെ, അതാണോ ധർമ്മിഷ്ഠൻ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് സമൂഹം ചോദിക്കുമ്പോൾ ആ സമൂഹത്തോട് മറുപടി പറയണമെങ്കിൽ രാമായണം പഠിക്കണം. പഠിക്കാത്ത ഒരുവന് അത് മറുപടി പറയാൻ പറ്റില്ല. നമുക്ക് രാമായണമുണ്ടോ? നമ്മൾ വലിയ വീരവാദമൊക്കെ പറയും. നമ്മൾ സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ്. 4 വേദങ്ങൾ, 5 ഉപവേദങ്ങൾ, 108 ഉപനിഷത്തുകൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 29 ധർമ്മശാസ്ത്രങ്ങൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ ഇതിൽ ഒരെണ്ണം പോലും നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല. എന്തിന് രാമായണം പോലും തുറന്ന് വായിക്കുന്നതല്ലാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മനനം ചെയ്ത് പഠിക്കുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് തന്നെ നമ്മുടെ, അല്ലെങ്കിൽ ഈ ഹിന്ദു സമൂഹത്തിലുള്ളവർ തന്നെ ചോദ്യം ചെയ്താൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പലർക്കും ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് രാമായണം പഠിക്കണം. അതാണ് ഹിന്ദുത്വത്തിലുള്ള ഒരു ഏറ്റവും വലിയ ഒരു ച്യുതി, ധർമ്മച്യുതി എന്ന് പറയുന്നത്. രാമായണം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നമുക്ക് തല ഉയർത്തി നിന്നുകൊണ്ട് ഈ സംസ്കാരത്തെ ഉൾക്കൊള്ളാനാവൂ. അല്ലെങ്കിൽ സംസ്കാരം പറഞ്ഞുകൊണ്ടായില്ല, അത് നമുക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ഇവിടെ കിഷ്കിന്ധിയിൽ ശ്രീരാമചന്ദ്രൻ്റെ അമ്പേറ്റ് ബാലി മരിച്ചു വീണു. ശ്രീരാമചന്ദ്രൻ ബാലിയെ ഉപദേശങ്ങളിലൂടെ ധർമ്മം പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. രാമചന്ദ്രൻ്റെ ഐന്ദ്രാശ്രമം ചെയ്ത് ബാലി വീണു കഴിഞ്ഞ ബാലി നേരെ നോക്കിയപ്പോൾ കണ്ട് ശ്രീരാമചന്ദ്രനോട് ചോദിച്ചു, അങ്ങ് ധർമ്മിഷ്ഠനല്ലേ, നീതിമാനല്ലേ? ദശരഥ ഇക്ഷ്വാകുവംശത്തിൻ്റെ തിലകക്കുറിയായ ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനല്ലേ? അങ്ങയ്ക്ക് എന്തിന് അങ്ങയുടെ ഭാര്യയെ വീണ്ടെടുക്കാൻ
എന്നെ വധിച്ചിട്ട്, രാജാവായി എന്നെ വധിച്ചിട്ട് സുഗ്രീവനുമായിട്ട് അങ്ങ് സഖ്യം ചെയ്തിട്ട് അങ്ങ് എന്ത് നേടി? എന്ത് സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും? ഇല്ലേ? എന്തു അങ്ങേക്ക് നേടാൻ കഴിഞ്ഞു സുഗ്രീവൻ? ഞാനല്ലേ രാജാവ്, എനിക്കല്ലേ സൈന്യബലമുള്ളത്, എന്തു പറഞ്ഞാലും ഞാൻ നേടില്ലേ? അങ്ങയുടെയും അഥവാ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഭക്തനായിരിക്കുന്ന എന്നെ വേണോ അങ്ങ് വധിക്കാനായിട്ട്? അധർമ്മമല്ലേ അങ്ങ് കാട്ടിയത്? ഇതിനെല്ലാം രാമൻ മറുപടി കൊടുത്ത് ബാലിയെ ബോധ്യപ്പെടുത്തി. ബാലി ചെയ്ത തെറ്റെന്താണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ബാലിയുണ്ട് അവിടെ ശ്രീരാമചന്ദ്രൻ സറണ്ടർ ചെയ്തിട്ട് തെറ്റുകളെല്ലാം പൊറുക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ ബാലി അവിടെ ശ്രീരാമചന്ദ്രൻ്റെ അമ്പേറ്റ് മരണപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ താര അവിടെ ഓടിയെത്തുകയാണ്. താര ബാലിയുടെ ശരീരത്തിനടുത്ത് ഓടിയെത്തിയപ്പോൾ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടിയേറ്റം വിവശയായി വീടിതു ചെന്നു പാദാന്തികേ താരയും. ബാലിയുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണീരെല്ലാം തീർന്നു കഴിഞ്ഞ് സ്വല്പം ആശ്വാസം വന്നപ്പോൾ താര എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. ബാലി ചോദിച്ച അതേ ചോദ്യം, അങ്ങയ്ക്ക് ധർമ്മം നിലനിർത്തണമെങ്കിൽ എൻ്റെ ഭാര്യ, അങ്ങയുടെ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ വധിച്ചിട്ട് വേണോ അങ്ങ് ആ സുഗ്രീവനുമായിട്ട് കൂട്ടുകെട്ടാൻ? ഭാര്യ എന്നെ പിരിഞ്ഞതിലുള്ള ദുഃഖം എൻ്റെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗര ദുഃഖം രഘുപതേ. അങ്ങയ്ക്കറിയാവുന്നതല്ലേ ഭാര്യയെ പിരിഞ്ഞുപോയ ഭർത്താവിൻ്റെ ദുഃഖം, ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് ഈ രാജ്യമെല്ലാം അടക്കി ഭരിച്ചോളൂ. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ആ അസ്ത്രം കൊണ്ട് എന്നെയും വധിച്ചു. എൻ്റെ ഭർത്താവിനെ വധിച്ച അസ്ത്രം കൊണ്ട് എന്നെയും വധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെയും വിടൂ. ഇത് എല്ലാം കേട്ടുകഴിഞ്ഞ് താരയുടെ പരിഭവാക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ താരയുടെ മനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി താരയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ഇവിടെ രാമായണത്തിൽ താരോപദേശം. താരയുടെ മനസ്സിനെ ഉയർത്തുവാൻ വേണ്ടി താരയുടെ പരുഷമായ ചോദ്യങ്ങൾക്ക് രാമൻ കൊടുത്ത ഉപദേശങ്ങളാണ്, സംശയ നിവാരണത്തിന് കൊടുത്ത ഉപദേശങ്ങളാണ് താരോപദേശം. മനസ്സിൻ്റെ അജ്ഞാനം കൊണ്ടുള്ള ചാഞ്ചല്യം നിമിത്തം ആത്മാവും ശരീരവും അല്ലെങ്കിൽ ജീവനും ശരീരവും തമ്മിലുള്ള ബന്ധമെന്ത് എന്നറിയാതെ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചുകൊണ്ട് ഈ ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന അതിനായുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഈ ശരീരത്തിൽ മനസ്സ് ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്നത് മൂലം ആത്മാവിനെ തിരിച്ചറിയാതെ പോകുന്നു. താരേ, ഭാര്യയെ കൊന്ന ശാപം അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അതുകൊണ്ട് എന്നെ കൂടി കൊല്ലൂ എന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എന്നെ അയക്കൂ എന്ന് പിരിഞ്ഞുള്ള ജീവിതം എൻ്റെ പ്രാണനാഥന് പൊറുക്കുകയില്ല. ഇതിലെല്ലാം ഭാര്യയെ പിരിഞ്ഞു പോകുന്ന ദുഃഖം അങ്ങേക്കും അറിവുള്ളതല്ലേ എന്ന് താരയുടെ ചോദ്യത്തിന് ഉള്ള കൃത്യമായ മറുപടിയായിരുന്നു ശ്രീരാമചന്ദ്രൻ ഇവിടെ താരയ്ക്ക് കൊടുക്കുന്നത്. താരേ, നിന്റെ ഭർത്താവ് ഈ കിടക്കുന്ന ബാലിയുടെ ചേതനയേറ്റ ശരീരമാണോ, അതോ ബാലിയുടെ ജീവനാണോ, ബാലിയുടെ ആത്മാവാണോ? ആത്മാവാണ് എങ്കിൽ ആ ബാലി മരിച്ചിട്ടില്ല. എന്നാൽ ഈ കിടക്കുന്ന ശരീരമാണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞു. കാരണം അത് പ്രകൃതിയിൽ നിന്നും വന്നതാണ്. മനുഷ്യന് ശരീരവും മനസ്സും, ആ ശരീരവും മനസ്സും ആത്മാവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ശരീരം വന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതാത്മകമായ ശരീരമാണിത്. അത് മരണശേഷം ഈ ശരീരം വിട്ടു പോകുമ്പോൾ അത് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങും. അത് പഞ്ചത്വം ഭവിച്ചു പോകും, അല്ലേ? ഭൂമി, ആത്മാവ്, വായു, ജലം, ആകാശം, ഇങ്ങനെ പഞ്ചത്വം ഭവിച്ച് അത് പ്രകൃതിയിൽ തന്നെ ചേരുന്നു. പക്ഷേ ഈ ആത്മാവിന് മരണമില്ല, ഇല്ലേ? നിൽക്കയുമില്ല, നടക്കയുമില്ല, ദുഃഖസുഖാദിയുമില്ലതു കേവലം. അങ്ങനെയുള്ള ഈ ശരീരത്തിന്, അങ്ങനെയുള്ള ഈ ആത്മാവിന് മരണമില്ല താരെ. പിന്നെ നിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് നിനക്ക് ഇതെല്ലാം തോന്നുന്നതാണ്, അല്ലേ? നിൻ്റെ മനസ്സ് ചഞ്ചലമായതുകൊണ്ടാണ് നിനക്ക് ഈ ദുഃഖമെല്ലാം തോന്നുന്നത്. അത് മനസ്സിനാണ്. മാനസം സംസാര കാരണമായതും
മാനസത്തിന് ദുഃഖം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനസ്ഥൽ കൃതബന്ധം ഭവിക്കുന്നു. മനസ്സ് ശരീരവുമായി ബന്ധപ്പെട്ട് മാനസം സംസാര കാരണമാണ്, ജനന മരണമാകുന്ന ഈ സംസാരം അല്ലേ, അതിന് കാരണം ഈ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. നിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിൻ്റെ മനസ്സിനെ ശരീരവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. പ്രകൃതിയിലെ സുഖഭോഗങ്ങൾ ബന്ധിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും മോചനവുമില്ല, ആത്മാവിലോട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ മനസ്സും ശരീരവും കൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മനസ്സിൽ നിലനിൽക്കുന്നു. ആ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നു. അതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. ഇല്ല ജനനം മരണവും ഇല്ലകേൾ അല്ലലുണ്ടായതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ലകേൾ ദുഃഖ വിഷയവും അല്ലതു കേവലം എന്നല്ലേ പറയുന്നത്. ദുഃഖ വിഷയവുമല്ലത് കേവലം. അപ്പം നീ എന്തിനാണ് വ്രതമായ നിത്യമായ ജ്ഞാനാത്മകമായ ബോധമാണ് ജീവൻ. അല്ല, ജീവൻ എന്ന് പറയുന്ന മറ്റൊരു വസ്തുവല്ല, മറ്റൊരിടത്തിരിക്കുന്ന ഒരാളുമല്ല, ഒരു വ്യക്തിയുമല്ല. നിത്യനായ ഈ ജീവന് പ്രവർത്തിക്കണമെങ്കിൽ അനിത്യമായ ശരീരം കൂടിയേ തീരൂ. അനിത്യമായ ശരീരം അല്ലേ, ശരീരം താൽക്കാലികമാണ്, താൽക്കാലികം കാല നിയമത്തിനനുസൃതമാണ്. കുറച്ച് കാലം 50, 70, 100 കൊല്ലങ്ങളൊക്കെ ജീവിക്കും. അത് കഴിയുമ്പോൾ ശരീരം വന്നിടത്തോട്ട് തിരിച്ചു പോകും. പക്ഷേ ആത്മാവ് നിത്യനാണ്. അങ്ങനെ കർമ്മബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നിൽക്കുന്നു മനസ്സും ശരീരവും. മനസ്സ് വന്നത് ജീവനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആത്മാവിൽ നിന്നാണ്, ശരീരം പ്രകൃതിയിൽ നിന്നും. അപ്പോൾ മനസ്സും ശരീരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ കർമ്മബന്ധത്താൽ സംസാരത്തിൽ ജീവൻ ബന്ധപ്പെട്ട് ബന്ധനസ്ഥനായി നിലനിൽക്കുന്നു. എന്നാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ ഉയർന്ന തലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ, ജീവാത്മാവി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ആത്മാവിന് സംസാരബന്ധനം ഭവിക്കുന്നു. ഈ ആത്മാവിനും സംസാരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉയർച്ച മനസ്സിന് ഉയർന്ന തലങ്ങളിലോട്ട്, ബുദ്ധിക്ക് അപ്പുറത്തുള്ള തലങ്ങളിലോട്ട് ഉയരാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഈ കർമ്മഫല ബന്ധത്തിൽ നിന്ന് ആകണമെങ്കിൽ അത് അനുസരിച്ച് തന്നെ തീരണം. അതിന് യോഗ്യമായ ജന്മം ലഭിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തു വേണം അത് സാധിക്കാൻ. അതിന് സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ഗുരുനാഥൻ്റെ ഗുരുവില്ലാതെ പറ്റില്ല അല്ലേ. പരമാത്മ ബന്ധം നമ്മളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തത്വമസ്യാദി വാക്യാർത്ഥങ്ങളെ കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമെന്നാണ് രാമായണത്തിൽ പറയുന്നത്. തത്വമസി എന്ന വാക്യങ്ങൾ, അതായത് നമ്മുടെ വേദവാക്യങ്ങൾ, വേദത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കാതെ ഗുരുക്കന്മാരിൽ നിന്നും അറിയണം. ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചാൽ മാത്രമേ ഈ അറിവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ യഥാർത്ഥ വൈഷ്ണവ രൂപം താരയ്ക്ക് കാട്ടിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് താരയ്ക്ക് വൈഷ്ണവ രൂപം കാട്ടിക്കൊടുത്തത്, ഇതിനു മുമ്പ് വൈഷ്ണവ രൂപം ആർക്കാണ് കാട്ടിക്കൊടുത്തത്? ശ്രീരാമചന്ദ്രൻ അഹല്യാദേവിക്ക്, ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യാദേവിക്ക്, ബ്രഹ്മപുത്രിയായ അഹല്യാദേവിക്കാണ് ആദ്യമേ ഈ വൈഷ്ണവ രൂപം ശ്രീരാമചന്ദ്രൻ കാട്ടിക്കൊടുത്തത്. അഹല്യയെ പാദസ്പർശം കൊണ്ട് തന്നെ മോശപ്രിയാക്കി. പക്ഷേ ഇവിടെ നിനക്ക് പൂർവ്വജന്മത്തിൽ എന്നിലുണ്ടായിരുന്ന ഭക്തി കൊണ്ടാണ് താരേ നിനക്കിതിന് ഭാഗ്യമുണ്ടായി തന്നെ എന്നെ കാണാൻ. അതുകൊണ്ട് ഈ വിഷ്ണുരൂപം ധ്യാനിച്ച് എൻ്റെ വാക്കുകളെ തത്വോപദേശങ്ങളും വിചാരം ചെയ്ത് ജീവിക്കുക. അതാണ് നിനക്ക് മോക്ഷം വരും. അതുകൊണ്ട് നിനക്ക് മോക്ഷം വരും. താര ജീവൻ മുക്തിയായിത്തീർന്നു. അപ്പോൾ താര പറഞ്ഞു, മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും എന്നിവിടെ എഴുത്തച്ഛനെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള അരുതിവിഷ നേരത്തെ ആ സത്സംഗം കൊണ്ട്
മനസ്സിന് മുക്തമായി, മനസ്സിൻ്റെ അജ്ഞാനത്തിൽ നിന്നും മോചിതയായി താരയുടെ മനസ്സ്. അപ്പോൾ തൻ്റെ ഭർത്താവ് മരിച്ചതിലുള്ള ദുഃഖം, ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ മോക്ഷത്തെ മനസ്സിലാക്കിയ താര ആ ദുഃഖങ്ങളിൽ നിന്നും, സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചിതയായി, ജനന മരണമാകുന്ന സംസാര ബന്ധനം, പുനരവിജനനം, പുനരവിമരണം, പുനരവിജനനി, ജഠരേശയനം, അങ്ങനെയുള്ള ആ ജന്മങ്ങളിൽ നിന്നും മോചിതയായി താര. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തി മുഴുത്തിട്ടനാദി ബന്ധം തീർന്നു മുക്തയായാൽ. ഇവിടെ ഒരു നാരി എന്നാകിലും എന്ന് എഴുത്തച്ഛൻ പറഞ്ഞ വിവാദമായ ഒരു ക്വസ്റ്റ്യനാണ് പലരും ചോദിക്കുന്നത്. എന്താണ് സ്ത്രീകൾക്ക് മോക്ഷം പാടില്ലേ, സ്ത്രീകൾക്ക് മോക്ഷം അർഹിക്കുന്നതല്ലേ? ഇവിടെ നാരി എന്ന് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചഞ്ചല മനസ്കരെയാണ്. ചഞ്ചലത്വ സ്വഭാവമുള്ള മനുഷ്യരെ എല്ലാവരെയും നാരീചിത്തം എന്നാണ് പറയുക. ഇവിടെ സ്ത്രീകളെ മാത്രമല്ല, നാരീചിത്തം എന്ന് പറഞ്ഞാൽ ഗീതയിൽ അർജുൻ ചോദിച്ചില്ലേ, ചഞ്ചലത്വമിഹം, എൻ്റെ മനസ്സ് ചഞ്ചലത്വമാണ്, അതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ആ ചഞ്ചലത്വ സ്വഭാവമുള്ള മനസ്സിനെയാണ് നാരീചിത്തം എന്ന് പറയുന്നത്. അപ്പോൾ നിൻ്റെ ചിത്തം ചഞ്ചലമായിരുന്നു എങ്കിലും നിനക്ക് മോക്ഷം സിദ്ധിക്കും. ഇതാണ് ശ്രീരാമചന്ദ്രൻ താരയ്ക്ക് കൊടുത്ത ഉപദേശമാണ് ഈ താരോപദേശം. ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇത് വളരെ വിശദമായ അർത്ഥതലങ്ങളിലേക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ് താര ഉപദേശം. ബാക്കി ഇനി അടുത്ത ദിവസം പറയാം. നന്ദി, നമസ്കാരം, ജയ സീതാറാം.